വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 പഴുത്ത തക്കാളി കൊണ്ട് വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ചെയ്യാവുന്നതും ചോറിനൊപ്പം കഴിക്കാൻ ബെസ്റ്റായ ഒരു കറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിനു വേണ്ടി കുഴിയുള്ള ഒരു പാനാണ് ആവശ്യം. പല രീതിയിൽ ഇത് ഉണ്ടാക്കാമെങ്കിലും ഇവിടെ ഞാൻ ഒരൊറ്റ പാത്രത്തിൽ തന്നെ ഈസിയായി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആദ്യം 2 തക്കാളി ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക. ഇനി 2 ടീസ്പൂൺ ചൂടായ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കൂടെ ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും അതുപോലെ 8-10 ചെറിയ ഉള്ളി അരിഞ്ഞതും 3-4 പച്ചമുളക് കൂടെ നെടുകെ കീറിയിടുക. ഇവയെല്ലാം കൂടി വഴറ്റുക. ഇതൊന്ന് കുറച്ച് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ലേശം ഉലുവാപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കുക. ഈ സമയം ഫ്ലെയിം ലോയിലായിരിക്കണം. ചെറിയ ഉള്ളിക്ക് പകരം സബോള വേണേലും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. കറിവേപ്പിലയുടെ ചേർത്ത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പൾപ്പ് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. തക്കാളി അരയ്ക്കുന്നതിന് പകരം മുറിച്ചിട്ട് വഴറ്റി എടുക്കാം. എന്നാൽ അരച്ചെടുക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. തക്കാളി താല്പര്യമില്ലാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും. ഇനി ഇത് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം 2 കപ്പ് തൈര് ഉടച്ചു വെക്കുക. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് നോക്കുക. എല്ലാം വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കണം. തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ചുകൂടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഇത് സെർവിങ് ബൗളിലോട്ട് മാറ്റുക. തേങ്ങ ചേർക്കാത്ത ഈ കറി ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, അതുപോലെ ഈസിയുമാണ്. ചോറിൻ്റെ ബെസ്റ്റ് സൈഡ് ഡിഷായ ഈ കറി രുചിയിലും ഗുണത്തിലും കേമമാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.